ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ LDC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കൊരു മാതൃകാ ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഒരു മാതൃകാ പരീക്ഷയാണ്. 100 ചോദ്യങ്ങളാണുള്ളത്. നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്കതനുസരിച്ച് അടുത്ത വീഡിയോസിൽ ചേഞ്ചസ് വരുത്താനായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത്? തുല്യ നിയമ പരിരക്ഷ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, നിർബന്ധിത ജോലിക്കെതിരായ അവകാശം, അയിത്ത നിർമ്മാർജ്ജനം. ഉത്തരം ഓപ്ഷൻ സി, നിർബന്ധിത ജോലിക്കെതിരായ അവകാശം. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻറ്റോ, സെർഷ്യോററി. ഓപ്ഷൻ എ, മാൻഡമസ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? ഗോവ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ. ഓപ്ഷൻ ബി, ഉത്തരാഖണ്ഡ്. നിപ്പ വൈറസിനെതിരെ ആദ്യത്തെ വാക്സിൻ പരീക്ഷണം നടത്തിയ സർവകലാശാല ഏത്? നിപ്പ വൈറസിനെതിരെ ആദ്യത്തെ വാക്സിൻ പരീക്ഷണം നടത്തിയ സർവകലാശാല ഏത്? ടോക്കിയോ യൂണിവേഴ്സിറ്റി, നാൻജിങ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ സി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ബീച്ച് ഏത്? കോവളം, കാപ്പാട്, ആലപ്പുഴ, മുനമ്പം. ഉത്തരം ഓപ്ഷൻ ബി, കാപ്പാട്. AR 3576 എന്ന പേരിൽ അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത് എന്ത്? വാൽ നക്ഷത്രം, സൗരകളങ്കം, ചിഹ്നഗ്രഹം, ഉൽക്കാവർഷം. ഉത്തരം ഓപ്ഷൻ ബി, സൗരകളങ്കം. അടുത്ത ചോദ്യം, DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ഏത്? DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ. തൈമിൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ. ഓപ്ഷൻ എ, തൈമിൻ. മികച്ച അന്തർദേശീയ ചലച്ചിത്രത്തിനുള്ള ഓസ്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏത്? പഥേർ പാഞ്ചാലി, മന്ദൻ, മദർ ഇന്ത്യ, ഗൈഡ്. ഓപ്ഷൻ സി, മദർ ഇന്ത്യ. അടുത്ത ചോദ്യം, സേവന അവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? സേവന അവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. കേരളം, തമിഴ്നാട്, മധ്യപ്രദേശ്, പഞ്ചാബ്. ഓപ്ഷൻ സി, മധ്യപ്രദേശ്. പഞ്ചായത്തി രാജ് നിയമത്തിൽ ഉൾപ്പെടാത്ത സ്ഥാപനം ഏത്? പഞ്ചായത്തി രാജ് നിയമത്തിൽ ഉൾപ്പെടാത്ത സ്ഥാപനം. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ സി, മുനിസിപ്പാലിറ്റി. ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി. 6-ാം പദ്ധതി, 8-ാം പദ്ധതി, 9-ാം പദ്ധതി, 7-ാം പദ്ധതി. ഓപ്ഷൻ സി, 9-ാം പദ്ധതി. ഇന്ത്യയുടെ മാനകരേഖാംശം ഏത്? ഇന്ത്യയുടെ മാനകരേഖാംശം 69 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്, 75 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്, 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്, 92 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഓപ്ഷൻ സി, 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും. ഏത് സമരത്തിന് പുറപ്പെടും മുൻപാണ് ഗാന്ധിജി ഇത് പറഞ്ഞത്? ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സമരം, നിസ്സഹകരണ സമരം. ഓപ്ഷൻ എ, ഉപ്പ് സത്യാഗ്രഹം. അടുത്ത ചോദ്യം, വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെ? വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെ? ലാലാ ലജ്പത് റായ്, താന്തിയ തോപ്പി,
സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ആര്? ഉപരാഷ്ട്രപതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, നിയമസഭാ സ്പീക്കർ, മുഖ്യമന്ത്രി. ഉത്തരം ഓപ്ഷൻ ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി 1919 ഏപ്രിൽ 19, 1919 ഏപ്രിൽ 23, 1919 ഏപ്രിൽ 13, 1919 ഏപ്രിൽ 10. ഓപ്ഷൻ സി 1919 ഏപ്രിൽ 13. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല. ആലപ്പുഴ, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട. ഓപ്ഷൻ എ ആലപ്പുഴ. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. മണിപ്പൂർ, രാജസ്ഥാൻ, മിസോറാം, ബംഗാൾ. ഓപ്ഷൻ ഡി ബംഗാൾ. നീതി ആയോഗിൻ്റെ ആസ്ഥാനം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്. ഓപ്ഷൻ ബി ന്യൂഡൽഹി. തലച്ചോറിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? തലച്ചോറിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. ഫ്രീനോളജി, നെഫ്രോളജി, ഹെമറ്റോളജി, ഒങ്കോളജി. ഓപ്ഷൻ എ ഫ്രീനോളജി. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1978 സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. 1, 2 തെറ്റ്, 2, 3 മാത്രം ശരി, 1, 3 മാത്രം ശരി, 1, 2, 3 ശരി. ഉത്തരം ഓപ്ഷൻ ഡി 3 പ്രസ്താവനകളും ശരിയാണ്. തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. കുളയട്ടയുടെ രക്തത്തിൻ്റെ നിറം പച്ച, പാറ്റയുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പ്, പാമ്പിൻ്റെ വിഷത്തിൻ്റെ നിറം മഞ്ഞ, പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ. ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. അടുത്ത ചോദ്യം, പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥ. പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥ. പ്ലാസ്മ, ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ദ്രാവകം, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓപ്ഷൻ ബി ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. നെല്ലിക്കയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? നെല്ലിക്കയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ. വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ. ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ സി. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. 1, 2, 3 ശരി, 1, 3 മാത്രം ശരി, 2, 3 മാത്രം ശരി, 1, 2 തെറ്റ്. ഓപ്ഷൻ ബി 1, 3 മാത്രം ശരി. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏത്? ബ്രൗൺ കോൾ. ലിഗ്നൈറ്റ്, പീറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്. ഉത്തരം ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, ഹരിയാന, ഒഡീഷ. ഉത്തരം ഓപ്ഷൻ ഡി ഒഡീഷ. ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള കൃത്രിമ ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം? റഷ്യ, അമേരിക്ക, ജപ്പാൻ, ചൈന. ഓപ്ഷൻ സി ജപ്പാൻ. റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തടാകം ഏത്? റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ തടാകം. ലോക്താക് തടാകം, ദാൽ തടാകം, ചിൽക്ക തടാകം, സാംഫർ തടാകം. ഓപ്ഷൻ സി ചിൽക്ക തടാകം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിന്, രാഷ്ട്രപതിക്ക്, സുപ്രീം കോടതിക്ക്, പ്രധാനമന്ത്രിക്ക്. ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധിക്കുന്നത് ഏതു ബലം കാരണമാണ്? ഘർഷണ ബലം, സ്ഥിത വൈദ്യുത ബലം, കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം.
ഓപ്ഷൻ ബി സ്ഥിത വൈദ്യുത ബലം. ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ആരാണ്? ഇന്ത്യയുടെ പുതിയ ലോക്പാൽ ജിതേന്ദ്ര ദേശായി, എം ഖാൻവിൽക്കർ, സഞ്ജയ് കുമാർ അഗർവാൾ, മനീഷ് വി ദേശായി. ഉത്തരം ഓപ്ഷൻ ബി എം ഖാൻവിൽക്കർ. അടുത്ത ചോദ്യം, ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഇരുമ്പ്, ചെമ്പ്, സീറിയം, നിയോഡിമിയം. ഓപ്ഷൻ ഡി നിയോഡിമിയം. അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല. അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാട്, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ ബി കോട്ടയം. ഇന്ത്യയിൽ പോസ്കോ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ പോസ്കോ നിയമം നിലവിൽ വന്ന വർഷം 2011 നവംബർ 11, 2012 നവംബർ 14, 2013 നവംബർ 19, 2014 നവംബർ 1. ഓപ്ഷൻ ബി 2012 നവംബർ 14. വിവരങ്ങൾ സ്ഥിരമായി ശേഖരിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഏത്? സെക്കൻഡറി മെമ്മറി, കാഷെ, പ്രൈമറി മെമ്മറി, ഇവ ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ സെക്കൻഡറി മെമ്മറി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ യാത്ര അനുവദിച്ച നഗരം. ഡൽഹി, ബാംഗ്ലൂർ, കൊൽക്കത്ത, മുംബൈ. ഓപ്ഷൻ എ ഡൽഹി. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം. ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത്? ഹരിയാന, ആന്ധ്രാപ്രദേശ്, അസം, കേരളം. ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനമൊരുക്കിയ ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, കേരള ഹൈക്കോടതി, ഗുജറാത്ത് ഹൈക്കോടതി. ഉത്തരം ഓപ്ഷൻ സി കേരള ഹൈക്കോടതി. അടുത്ത ചോദ്യം, മികച്ച ചിത്രത്തിനുള്ള 95ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം. കോഡ, ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്, എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്, ദി വെയിൽ. ഓപ്ഷൻ സി എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകൻ ചുവടെ പറയുന്നവരിൽ ആരാണ്? വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ. ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി. അമൃതം ആരോഗ്യം, വി കെയർ, ആരോഗ്യ ജാഗ്രത, സമാശ്വാസം. ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ വൈറസ് രോഗങ്ങളിൽ പെടാത്തത്. പക്ഷിപ്പനി, യെല്ലോ ഫീവർ, പേവിഷബാധ, ഡിഫ്തീരിയ. ഉത്തരം ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. 2023 ജനുവരിയിൽ ഗ്രീൻ റെയിൽവേ സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ. ഗുവഹാത്തി, മുംബൈ സെൻട്രൽ, വിശാഖപട്ടണം, ചെന്നൈ. ഓപ്ഷൻ സി വിശാഖപട്ടണം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. മെഡിസെപ്പ്, ചിസ് പ്ലസ്, സ്പെക്ട്രം, നിരാമയ. ഉത്തരം ഓപ്ഷൻ എ മെഡിസെപ്പ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 19 മലയാളികൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1949 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. ലാഹോർ, കറാച്ചി, ബോംബെ, മദ്രാസ്. ഉത്തരം ഓപ്ഷൻ സി ബോംബെ. KSFEയുടെ ആസ്ഥാനം. KSFEയുടെ ആസ്ഥാനം എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം, കോട്ടയം. ഓപ്ഷൻ ബി തൃശ്ശൂർ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക.
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് പ്രാഥമിക മേഖല. ഗതാഗതം, വാർത്താവിനിമയം, ഇൻഷുറൻസ്, വാണിജ്യം തുടങ്ങിയവ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ബാങ്കിംഗ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. സേവന മേഖല എന്നറിയപ്പെടുന്നത് തൃതീയ മേഖല. ഉത്തരം ഓപ്ഷൻ ഡി. സേവന മേഖല എന്നറിയപ്പെടുന്നത് തൃതീയ മേഖല. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടാത്തത് രാജസ്ഥാൻ, ഹരിയാന, ഛത്തീസ്ഗഡ്, ത്രിപുര. ഉത്തരം ഓപ്ഷൻ ബി. ഹരിയാന. നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ്? നാഗാർജുന സാഗർ ഏത് നദിയിലാണ്? കൃഷ്ണ, കാവേരി, നർമ്മദ, ഗോദാവരി. ഓപ്ഷൻ എ. കൃഷ്ണ. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് ശ്രീഹരിക്കോട്ട, ന്യൂമൂർ ദ്വീപ്, അബ്ദുൾ കലാം ദ്വീപ്, കരാങ്. ഓപ്ഷൻ സി. അബ്ദുൾ കലാം ദ്വീപ്. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഓപ്ഷൻ ഡി. തമിഴ്നാട്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി സ്ഥാനമേറ്റ വർഷം 1901, 1924, 1920, 1925. ഓപ്ഷൻ ബി. 1924. കേരളത്തിലെ ചുരങ്ങളിലൊന്നായ ആലുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പാലക്കാട്, കോയമ്പത്തൂർ, കൊല്ലം, ചെങ്കോട്ട, തിരുവനന്തപുരം, തിരുനെൽവേലി, ഇടുക്കി, മധുര. ഓപ്ഷൻ സി. തിരുവനന്തപുരം, തിരുനെൽവേലി. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് കർമ്മവിഭാഗം, കാലത്തിൻ്റെ സാക്ഷി, കണ്ണീരും കിനാവും, കൊഴിഞ്ഞ ഇലകൾ. ഓപ്ഷൻ ഡി. കൊഴിഞ്ഞ ഇലകൾ. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ. ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ ഏത്? സ്വേദനം, ലീച്ചിങ്, പ്ലവന പ്രക്രിയ, ലോഹശുദ്ധീകരണം. ഓപ്ഷൻ ബി. ലീച്ചിങ്. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും നിവർന്നതും, മിഥ്യയും നിവർന്നതും, യഥാർത്ഥവും തലകീഴായതും, മിഥ്യയും തലകീഴായതും. ഓപ്ഷൻ സി. യഥാർത്ഥവും തലകീഴായതും. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഭാരതകേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഡോക്ടർ പി പൽപ്പു, മന്നത്ത് പത്മനാഭൻ. ഉത്തരം ഓപ്ഷൻ ഡി. മന്നത്ത് പത്മനാഭൻ. ശരിയായ പ്രസ്താവന ഏത്? പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് സി. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ഇ. രണ്ടും ശരി, ഒന്ന് മാത്രം ശരി, രണ്ട് മാത്രം ശരി, 1, 2 തെറ്റ്. ഉത്തരം ഓപ്ഷൻ ബി. ഒന്ന് മാത്രം ശരി. പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് സി. GSTയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? GSTയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. 122ാം ഭരണഘടനാ ഭേദഗതി ബിൽ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷം. ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. ആദ്യമായിട്ട് GST ബിൽ പാസാക്കിയ സംസ്ഥാനം അസമാണ്. ഗൂഗിളിൻ്റെ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ഗൂഗിളിൻ്റെ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു, KK ശൈലജ, മാധവിക്കുട്ടി, ഡോക്ടർ S സോമനാഥ്. ഓപ്ഷൻ സി. മാധവിക്കുട്ടി. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഉത്തരം ഓപ്ഷൻ സി. ഓക്സിജൻ. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം മെനിഞ്ചസ്,
ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പെരികാർഡിയം. ക്യാൻസർ ബാധിക്കാത്ത ഏക അവയവമാണ് ഹൃദയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിൻ്റെ പേര് പ്ലൂറ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാർ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പെരിയാർ നദിയുടെ ഉത്ഭവം ശിവഗിരി മലയിൽ നിന്ന്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം സ്വർണം, ജലം, ഓക്സിജൻ, ഹൈഡ്രജൻ. ഓപ്ഷൻ ബി ജലമാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം. അതിനാലാണ് വാഹനത്തിൻ്റെ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നത്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? അലഹബാദ് ഹാൽഡിയ, കാക്കിനഡ പുതുച്ചേരി, സാദിയ ധൂബ്രി, കൊല്ലം കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ ബി കാക്കിനഡ പുതുച്ചേരി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ, വെള്ളായണിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, വേമ്പനാട്ട് കായൽ. ഉത്തരം ഓപ്ഷൻ എ ഉപ്പളക്കായൽ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സല, സക്കറിയ, സേതു, എം മുകുന്ദൻ. ഓപ്ഷൻ സി സേതു. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 35 ദിവസം, 30 ദിവസം, 10 ദിവസം, 40 ദിവസം. ഓപ്ഷൻ ബി 30 ദിവസം. ദ മീനിങ് ഓഫ് ഇഡിയം ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്. എക്സാമിൻ എവറിത്തിങ്, ഡു എനിത്തിങ്, സെർച്ച് എവറിവെയർ, ട്രൈ ഓൾ മീൻസ്. ഉത്തരം ഓപ്ഷൻ ഡി ട്രൈ ഓൾ മീൻസ്. ഐ കാൺ ഹെൽപ്പ് യു ഡാഷ് യു ടെൽ മീ ദ ട്രൂത്ത് അൺലെസ് ഇഫ് ഓൺ ടു. ഓപ്ഷൻ എ അൺലെസ്. ദി പാസീവ് വോയിസ് ഓഫ് ക്യാൻ യു ഡു ഇറ്റ്. യു ക്യാൻ ബി ഡൺ ബൈ ഇറ്റ്. ക്യാൻ യു ബി ഡൺ ബൈ ഇറ്റ്. ക്യാൻ ഇറ്റ് ബി ഡൺ ബൈ യു. ക്യാൻ ഇറ്റ് ഡൺ ബൈ യു. ഓപ്ഷൻ സി ക്യാൻ ഇറ്റ് ബി ഡൺ ബൈ യു. ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഡാഷ്. വാസൻറ്റ് ഇറ്റ്, ഈസൻറ്റ് ഇറ്റ്, ഹാവൻറ്റ് ഇറ്റ്, ഹാസൻറ്റ് ഇറ്റ്. ഓപ്ഷൻ എ വാസൻറ്റ് ഇറ്റ്. വിച്ച് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഈസ് ഗിവൺ ബിലോ? വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. അസർട്ടീവ്, ഇംപെരറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി. She dances gracefully. The word gracefully denotes adverb, verb, adjective, noun. Option A adverb. The young one of deer is called foal, pup, heifer, fawn. Option A foal. Synonym of the word affluence is poverty, influence, prosperity, waste. Option C prosperity. I lost my dash of keys. Collection, group, bunch, pack. Option C bunch. Antonym of relish. Dislike, satisfy, enjoy, sacrifice. ഓപ്ഷൻ എ ഡിസ്ലൈക്ക്. അടുത്ത ചോദ്യം. കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? വിനാശകാലേ വിപരീത ബുദ്ധി, കെട്ട കാലത്ത് കെട്ട ബുദ്ധി, കൂടുവിട്ട് കൂടുമാറുക, അടുത്തുകൂടി ചതിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി അടുത്തുകൂടി ചതിക്കുക. ഒലി എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം: അടിക്കുക, തുടർച്ചയായ, ശബ്ദം, അടയാളം.
ഓപ്ഷൻ സി ശബ്ദം. പിരിച്ചെഴുതുക. യഥേഷ്ടം. യഥേ പ്ലസ് ഇഷ്ടം, യഥേ പ്ലസ് ഇഷ്ടം, യഥേഷ് പ്ലസ് ഇഷ്ടം, യഥ പ്ലസ് ഇഷ്ടം. ഓപ്ഷൻ ഡി യഥ പ്ലസ് ഇഷ്ടം. പറഞ്ഞത് തന്നെ പിന്നെയും പറയൽ എന്നതിൻ്റെ ശരിയായ ഒറ്റപ്പദം. അനുഭാഷണം, അനുപേക്ഷണീയം, അനുധാവനം, അനിരുക്തം. ഓപ്ഷൻ എ അനുഭാഷണം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? മക്കൾ, ബന്ധുക്കൾ, അമ്മമാർ, താങ്കൾ. ഓപ്ഷൻ ഡി താങ്കൾ. ഘടകപദങ്ങളാക്കുക. ഗുരു കടാക്ഷം. ഗുരുവാകുന്ന കടാക്ഷം, ഗുരുവും കടാക്ഷവും, ഗുരുവിൻ്റെ കടാക്ഷം, ഗുരു നൽകുന്ന കടാക്ഷം. ഓപ്ഷൻ സി ഗുരുവിൻ്റെ കടാക്ഷം. അക്കരെ പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം കാര്യം സാധിക്കുക, അബദ്ധം പറ്റുക, നിർബന്ധിക്കുക, ഇവ ഒന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ കാര്യം സാധിക്കുക. നിണം എന്നർത്ഥം വരുന്ന പദം ഏത്? സലിലം, ഏണം, ധര, രുധിരം. ഓപ്ഷൻ ഡി രുധിരം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ശൈലിയുടെ മലയാള അർത്ഥം എന്ത്? കിട്ടാക്കനി, വല്ലപ്പോഴും ഒരിക്കൽ, അസംഭവ്യം, നീലചന്ദ്രൻ. ഓപ്ഷൻ ബി വല്ലപ്പോഴും ഒരിക്കൽ. മൃഗം എന്ന പദം ഏതു നാമത്തിൽപ്പെടുന്നു? ക്രിയാനാമം, സാമാന്യനാമം, മേയനാമം, ഗുണനാമം. ഓപ്ഷൻ ബി സാമാന്യനാമം. ഒരു ക്ലാസ്സിൽ പ്രജിത്തിൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 17-മതും പിന്നിൽ നിന്ന് 28-മതുമാണെങ്കിൽ വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര? 44, 45, 43, 46. ഓപ്ഷൻ എ 44. ആൻസർ കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വിശദീകരണമാണ് തന്നിരിക്കുന്നത്. അത് വായിച്ചു നോക്കി മനസ്സിലാക്കുക. ഒരു ക്ലോക്കിലെ സമയം 11:50 ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം 11:40, 12:40, 12:10, 11:50. ഓപ്ഷൻ സി 12:10. ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ചിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗണേഷിനെ നോക്കി ഗീത പറഞ്ഞു, അവൻ എൻ്റെ അമ്മാവൻ്റെ ഏക സഹോദരിയുടെ ഭർത്താവിൻ്റെ മകനാണ്. എങ്കിൽ ഗണേഷിൻ്റെ ആരായിരിക്കും ഗീത? സഹോദരി, മകൾ, അമ്മ, അച്ഛൻ. ഓപ്ഷൻ എ സഹോദരി. 2 - 2 = 2, 4 - 4 = 12, 6 - 6 = 30 എന്നിങ്ങനെ ആയാൽ 8 - 8 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. 12, 42, 56, 60. ഉത്തരം ഓപ്ഷൻ സി 56. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും 2 - 2 = 2 എന്ന് കൊടുത്തിരിക്കുന്നത്. 2ൻ്റെ സ്ക്വയറായ 4-ൽ നിന്നും 2 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 2 എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അടുത്തത് 4 - 4 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയറായ 16-ൽ നിന്ന് 4 കുറയ്ക്കുമ്പോഴാണ് 12 കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 8ൻ്റെ സ്ക്വയറായ 64-ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 56. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡെസ്റ്റിനി എന്ന് എഴുതിയിരിക്കുന്നത് WVHGRMB എന്നാണ്. അങ്ങനെയെങ്കിൽ മാത്ത് എന്ന് എഴുതുന്നത് എങ്ങനെ? ഉത്തരം ഓപ്ഷൻ എ NZGS. അടുത്ത ക്വസ്റ്റ്യൻ. സീത 60 കിലോമീറ്റർ വേഗത്തിൽ 1.5 മണിക്കൂർ കാർ ഓടിക്കുന്നു. അവൾ സഞ്ചരിച്ച ദൂരം എത്ര? 80 കിലോമീറ്റർ, 90 കിലോമീറ്റർ, 70 കിലോമീറ്റർ, 85 കിലോമീറ്റർ. 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അരമണിക്കൂറിൽ 30 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. അപ്പോൾ 60 + 30 90 കിലോമീറ്റർ. 216, 72, 30 ഇവയുടെ ഉസാഖ കാണുക. 4, 5, 6, 7. ഓപ്ഷൻ സി 6.
ഇവിടെ തന്നിരിക്കുന്ന 3 സംഖ്യകളുടെയും ഏറ്റവും വലിയ പൊതുഘടകം 6 ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. 425, 317, 230, 165. ഇവയിൽ ഒറ്റയാൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, 317. മറ്റ് സംഖ്യകളെല്ലാം 5ൻ്റെ ഗുണിതങ്ങളാണ്. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 180 സെൻറ്റിമീറ്റർ ആകുന്നു. ഇതിൽ 4 കുട്ടികളുടെ ഉയരം യഥാക്രമം 140, 156, 155, 152 സെൻറ്റിമീറ്റർ ആകുന്നു. എന്നാൽ 5ാമത്തെ കുട്ടിയുടെ ഉയരം എത്ര? 147, 148, 150, 151. ഓപ്ഷൻ എ 147. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ തുകയിൽ നിന്ന് 4 കുട്ടികളുടെ ഉയരങ്ങളുടെ തുക കുറച്ച് കഴിയുമ്പോൾ 5ാമത്തെ കുട്ടിയുടെ ഉയരം കിട്ടും. അവസാനത്തെ ചോദ്യം. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപയാകുന്നു. പെൻസിലിൻ്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വില എങ്കിൽ പേനയുടെയും പെൻസിലിൻ്റെയും വില എത്ര? 12, 8, 15, 5, 8, 12, 5, 15. ഓപ്ഷൻ ബി 15, 5. ഉത്തരം കിട്ടിയിരിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ മുന്നേ ഇട്ടൊരു വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്തു ഓപ്ഷൻസ് വായിക്കുന്നത് ഒഴിവാക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓപ്ഷൻസ് വായിക്കണ്ട എന്നുള്ളതാണെങ്കിൽ, കൂടുതൽ പേരുടെ അഭിപ്രായം അതാണെങ്കിൽ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഓപ്ഷൻസ് വായിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.